പരീക്ഷയുടെ സമയത്തൂടെ നമ്മൾ കടന്നു പോകുന്നു അല്ലേ? പരീക്ഷ കഴിഞ്ഞാലും പരീക്ഷയുടെ സമയത്ത് എല്ലാവരും നമ്മളോട് ചോദിക്കുക എന്താണോ, എടാ എത്ര മാർക്കാടാ, എത്ര മാർക്ക് കിട്ടി, ഫുൾ A+ ആണോ, എന്താ മാർക്ക് കുറഞ്ഞ്? ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു മാനസികാവസ്ഥയുണ്ട് അല്ലേ? നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ്. എടാ നീ ഓക്കെ ആണോ, നീ കൃത്യമായി പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിന്റെ മനസ്സ് ഓക്കെയാണോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പഠിക്കാൻ കഴിയുന്നില്ലേ, ഏതെങ്കിലും ഭാഗം പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ, ടെൻഷനുണ്ടോ? ഇതൊന്നും പലരും ചോദിക്കാറില്ല. എല്ലാവർക്കും അറിയേണ്ടത് നമ്മുടെ മാർക്കാണ്. ഫുൾ A+ ആണോ, എത്ര കിട്ടി, 80-ൽ 80 ആണോ, ഫുൾ മാർക്കാണോ, എന്തേ ആ മാർക്ക് കുറഞ്ഞ്, എന്തേ ഈ മാർക്ക് കുറഞ്ഞ്? നമ്മളൊരു മാനസികാവസ്ഥ, നമ്മളിതിന് ഓക്കെ ആണോ എന്ന് ആരും ചോദിക്കാറില്ല. അത് ആരും കുറ്റം വേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, അത് സൊസൈറ്റി അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളെ മെന്റൽ സ്ട്രെങ്ത് ശക്തിപ്പെടുത്തുന്നത് നമ്മളാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടി വരുന്ന സാധനമാണ് പരീക്ഷാ പേടി. ശരിക്കും ഇങ്ങനെ ഒരു പരീക്ഷാ പേടി എന്നൊരു സാധനം ഉണ്ടോ? ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇന്നലെ എനിക്കൊരു കുട്ടി, അതായത് നമ്മുടെ +2 കഴിഞ്ഞ പിന്നെ നമ്മുടെ ഒരു സീനിയർ സ്റ്റുഡൻറ്റാണ്, നമ്മുടെ ഒരു എജുപോൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, സാറേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ സാറേ, എൻ്റെ ഡിഗ്രിയുടെ സെം എക്സാം ആയിരുന്നു, ഞാൻ ഇന്നലെ പരീക്ഷ എഴുതാൻ പോയില്ല സാറേ, എനിക്ക് എൻ്റെ കോഴ്സ് ഇനി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് ഡിഗ്രി പോകുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? കുട്ടി അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്ത് വിഡിതാ നീ ചെയ്ത്? പരീക്ഷയെ പേടിച്ച് ആ കുട്ടി പരീക്ഷ എഴുതാൻ പോയില്ല. ഇനി ആ ഡിഗ്രി, അപ്പം ഞാൻ പറഞ്ഞു സപ്ലൈ ചെയ്താൽ മതി, അടുത്ത വർഷം പരീക്ഷ സപ്ലൈ ചെയ്ത് വേറെ കുഴപ്പമൊന്നും വരാനില്ല എന്ന് പറഞ്ഞു. അപ്പം ഇത് പരീക്ഷ പേടി ആ കുട്ടി, അതായത് നിങ്ങൾ ഒരു പ്രായപൂർത്തിയായി 19 വയസ്സുള്ള കുട്ടിക്ക് പോലും ഈ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് എന്താണ് ഈ ഒരു പരീക്ഷ പേടിയുടെ യാഥാർത്ഥ്യം എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നു. ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് പരീക്ഷ പേടിയുണ്ടോ, ഈ പരീക്ഷ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കുന്ന സാധനമാണോ, അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം ആണോ എന്നുള്ളത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഞാനിവിടെ പ്രധാനമായി റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ. പരീക്ഷ പേടി, നിങ്ങളിലേക്ക് ആ പരീക്ഷ പേടി എന്നൊരു സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കാരണക്കാരായ 3 ആളുകൾ. അതിൽ ഒന്നാമത്തെ എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഷറാണ്. നിങ്ങൾ നന്നായി പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എന്താണ് പ്രഷർ ടു പെർഫോം. നിങ്ങൾ പഠിച്ച കാര്യത്തെ പരീക്ഷയ്ക്കിലേക്ക് എഴുതുമ്പോൾ അത് നിങ്ങളെ ഒരുപാട് രീതി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് രീതിയിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു ടോപ്പിക് ഞാൻ പഠിച്ചു, നാളെ ഞാൻ മാത്സിൻ്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പോവാ, ആദ്യം ചിന്തിക്കുക എന്തായിരിക്കും അറിയോ? എൻ്റെ പാരൻസ് അവരെന്നെ വഴക്ക് പറയും മാർക്ക് കുറഞ്ഞാൽ, അല്ലെങ്കിൽ സൊസൈറ്റി. അപ്പോൾ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ അത് ഇന്നത്തെ കാലം, പണ്ടൊന്നും ഈ ഒരു വിഷയമല്ലായിരുന്ന, ഇന്നത്തെ കാലത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് പോലെ മാറിയിട്ടുണ്ട്. നമ്മളെ പെർഫോമൻസ് അളക്കാൻ ഒരുപാട് ആളുകൾ പുറത്തിരിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇന്ന് നമ്മൾ പരീക്ഷയെ കാണുന്നതും ഇന്നത്തെ സൊസൈറ്റി പരീക്ഷയെ കാണുന്നതും. പരീക്ഷ എഴുതാൻ വേണ്ടി പോവാണ്, അവനെന്തോ പിന്നെ പ്രോഗ്രാമിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പോവാ, അവൻ മറ്റേ നമ്മൾ ഐഡിയ സ്റ്റാർസിങ്ങളൊക്കെ പാടാൻ വേണ്ടി പോകുമ്പോൾ ജഡ്ജ്മെന്റ് എടുക്കാനും അതിന് SMS വയ്ക്കാൻ ആൾക്കാർ നിൽക്കില്ലേ, ആ രീതിയിലേക്ക് ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷകൾ മാറുന്നുണ്ട്. ഒരു ഗ്ലാമർ രീതിയിലേക്ക് പരീക്ഷ നമ്മൾ കാണുന്നുണ്ട്. പല ആളുകളും സൊസൈറ്റി ഒക്കെ നോക്കി കാണുക, എന്താണ് പരീക്ഷ പേടി, മാത്സ് പരീക്ഷ എഴുതാൻ വേണ്ടി പോയുള്ളവൻ നോക്കട്ടെ അവൻ എത്ര മാർക്ക് കിട്ടും, അവൻ എങ്ങനെയുണ്ട്, ഈ രീതിയിലേക്ക് ഒരു പെർഫോമൻസ് ആയിട്ട് എക്സാം മാറുമ്പോൾ ചുറ്റുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് പ്രഷർ കൂടുക, ഇതെങ്ങനെ എഴുതുക, അവരും എവിടെ മാർക്ക് പറഞ്ഞാൽ പാരൻസ് ചീത്ത പറയോ, സൊസൈറ്റി ചീത്ത പറയോ, ഫ്രണ്ട്സും ബാക്കി ടീച്ചേഴ്സ് ഇവരെല്ലാവരും ഇത് കാണുമല്ലേ പേപ്പർ, മാർക്ക് പറഞ്ഞാൽ അവരെന്തെങ്കിലും പറയോ, എന്നെ കഴിച്ചാൽ എനിക്കത് നാണക്കേടാണോ? ഇതാണ് ഒന്നാമത്തെ കാര്യം. എൻ്റെ പൊന്നു മക്കളെ, ഈ കാര്യം നിങ്ങൾ ചിന്തിക്കേ വേണ്ട. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ന് നാളെ പറ്റി ചിന്തിക്കാൻ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നേരം ഉണ്ടാവും. ഇപ്പോൾ തൽക്കാലം പരീക്ഷ കഴിയുന്നവരെ അതൊന്നുമില്ല, നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ പരീക്ഷ എഴുതുന്നു, പരീക്ഷ ആളിന്ന് പോരുന്നു. ഒന്നാമത്തെ കാര്യം ഇതാണ്. ഏറ്റവും കൂടുതൽ പ്രഷർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, നിങ്ങൾ പരീക്ഷാ പേടിയിലേക്ക് എത്തിക്കുന്ന കാര്യം ഇതാ. മറ്റുള്ളവർ എന്നെ പറ്റി എന്തു ചിന്തിക്കും, എൻ്റെ പെർഫോമൻസിനെ പറ്റി അവരെന്ത് ചിന്തിക്കും? തൽക്കാലം അവരെ പറ്റി ചിന്തിക്കല്ല, നിങ്ങളെ പറ്റി ഒന്ന് ചിന്തിക്കും. രണ്ടാമത്തെ കാര്യം പറയട്ടെ. രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ആണ്. നമ്മൾ കൃത്യമായി പഠിക്കാത്തത് നമ്മൾ പരീക്ഷാ പേടിയിലേക്ക് എത്തിക്കും. കാരണം നമ്മൾ പഠിക്കണം എന്ന് വിചാരിക്കും, പല ഡിസ്ട്രാക്ഷൻ കാരണം എന്ത് ചെയ്യും, നമ്മളെ പഠനം അങ്ങനെ നീണ്ടു പോകും. പല ഡിസ്ട്രാക്ഷൻ. കാരണം പണ്ടത്തെ പോലെ ഒന്നല്ല, പണ്ട് ഞാൻ പറഞ്ഞത് ഒരുപാട് കൊല്ലം മുന്നല്ല കേട്ടോ. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്ട്രാക്ഷനിലേക്ക് എത്തുന്ന സാധനം ഈ മൊബൈൽ ഫോൺ. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ മൊബൈൽ ഫോൺ വല്ലാതെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ആ സാധനത്തെ നിങ്ങൾ ഒരല്പം അങ്ങ് നീട്ടി വെക്കാതെ നിങ്ങൾ പരീക്ഷ കൃത്യമായി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ലാക്ക് ഓഫ് പ്രിപ്പറേഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഈ മൊബൈൽ ഫോൺ. പിന്നെ നിങ്ങളുടെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും അമിത ചിന്ത, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി പ്രഷറായിരിക്കാം, വേറെ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം. അപ്പോൾ പരീക്ഷയാണ് വരാൻ വേണ്ടി പോകുന്നത്. എൻ്റെ നമ്പർ 1 പ്രയോറിറ്റി പരീക്ഷയാണ്. എനിക്ക് ഇതേപോലെ ഒരു കുട്ടി മെസ്സേജ്, സാറേ എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാമെന്ന് വെച്ചാൽ പക്ഷേ പഠിക്കാൻ ഇരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കുട്ടിക്ക് മെസ്സേജ് റിപ്ലൈ കൊടുത്ത സാധനം എന്താണ്, നിന്റെ പ്രയോറിറ്റി പരീക്ഷയല്ല. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ നമ്പർ 1 പ്രയോറിറ്റി എക്സാം സീസണിൽ നീ പരീക്ഷ കൊടുത്താൽ മാത്രമേ ബാക്കിയെല്ലാം നിന്റെ സെക്കൻഡായി മാറുകയും ബാക്കി എല്ലാ കാര്യത്തിനെയും നീ രണ്ടാമതായി കണക്കാക്കി എന്തിനു മാത്രം പരീക്ഷയ്ക്ക് പഠിക്കാൻ നീ പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഈ പരീക്ഷ പിടിവരുന്ന കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യും. മൂന്നാമത്തെ വിഷയം എന്താ? മൂന്നാമത്തെ വിഷയമാണ് എന്താണ്, ഫിയർ ഓഫ് അൺനോൺ. അയ്യോ ഇതെനിക്ക് അറിയില്ലല്ലോ, അയ്യോ ഇതെനിക്ക് അറിയില്ലല്ലോ. പണ്ട് ഞാനൊരു തമാശ പറയട്ടെ.
ഞങ്ങൾ BEd പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വരും പരീക്ഷയുടെ തലേന്ന്. ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്, അവൾ സ്ഥിരം ചോദിക്കും, എടാ എല്ലാവരും പഠിച്ചോ, എന്താ സ്ഥിതി? ഞാനൊന്നും പഠിച്ചിട്ടില്ല. നമ്മൾ സ്ഥിരം ഡയലോഗ് അടിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളെ സുഹൈൽ സാർ ഉണ്ടല്ലോ, നമ്മളെ ഫിസിക്സ് എടുക്കുന്ന സുഹൈൽ സാർ സ്ഥിരം അങ്ങ് പേടിപ്പിക്കും. ഞാൻ സുഹൈൽ സാറൊക്കെ ഒന്നിച്ച് പഠിച്ചാൽ. അപ്പോൾ സുഹൈൽ സാർ പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങളെല്ലാവരും പഠിച്ചു, ഇനി അങ്ങ് പരീക്ഷ എഴുതിയാൽ മതി. ഇത് കേട്ടാൽ ആ കുട്ടിക്ക് ടെൻഷനാണ്. കാരണം ബാക്കിയുള്ളവരെല്ലാവരും പഠിച്ചു, ഞാനൊന്നും പഠിച്ചില്ലല്ലോ. നമ്മൾ ചുമ്മാ പറയുന്ന പഠിച്ചു എന്നുള്ളതൊക്കെ ചുമ്മാ കുട്ടിയെ ഒന്ന് വെറുതെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്ന ഈ ചിന്ത പോലും, ആ ചെറിയ ചിന്ത പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ടെൻഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബേസിക്കായി മനസ്സിലാക്കേണ്ട കാര്യം, പരീക്ഷാ സമയം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ എല്ലാ ഫാക്ടേഴ്സും കൂടി കടന്ന് പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പേടിയുടെ ഒരു അത് നമ്മുടെ സൈക്കോളജിക്കൽ രീതിയാണ്. നമ്മൾ മനുഷ്യർ പല കാര്യത്തിനെയും നമുക്കൊരു മറ്റുള്ളവർ അനലൈസ് ചെയ്യുന്ന പല കാര്യത്തിൽ നമുക്ക് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ചെറിയ പേടിയാണ് ഈ പറയുന്നതിലൊക്കെ നിങ്ങൾ എത്തിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തൽക്കാലം ഫിയർ ഓഫ് അൺനോൺ നിങ്ങൾക്ക് ഒഴിവാക്കാം, നന്നായി പഠിച്ചാൽ മതി. ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാം. എന്താ, നന്നായി പഠിച്ചാൽ മതി. നന്നായി പഠിക്കാൻ പറഞ്ഞാൽ വെറുതെ പറയല്ല, എഡ്യൂപോഡ് കൃത്യമായി ലൈവ് ക്ലാസ് തരുന്നുണ്ടല്ലോ, ആ ക്ലാസ് സ്ഥിരമായി നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഇത് ഞാൻ ഉറപ്പ് തരിക. നിങ്ങൾ കൃത്യമായി ആ ക്ലാസ് മാത്രം കണ്ടാൽ മതി. ഇനി ടെക്സ്റ്റ് നോട്ട് പോലും വായിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ ഇതിൻ്റെ നോട്ട് നിങ്ങൾ വായിച്ചാൽ മതി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സാധനം ഉണ്ടല്ലോ, പ്രഷർ ടു പെർഫോം. നിങ്ങൾ ചുമ്മാ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടാണ്. ആരും വരൂല മക്കളെ, നിങ്ങളെ രക്ഷിക്കാൻ ആരും വരൂല. നിങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് കരുതി ചുമ്മാ നിങ്ങളെ സമയത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. സോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മാനസിക ഇതുണ്ടല്ലോ, നമ്മളൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി, മെൻ്റൽ ഹാപ്പിനെസ് വളരെ പ്രധാനപ്പെട്ട പരീക്ഷയുടെ സമയത്ത്. ഈ ഒരു മെൻ്റൽ ഹാപ്പിനെസ് ഉണ്ടെങ്കിലേ പരീക്ഷയെ നന്നായി എഴുതാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ നല്ല മനസ്സിനെ, നല്ല ബ്രെയിനെ നശിപ്പിച്ചിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി ഇപ്പോൾ എന്തായാലും ചീത്ത ബ്രെയിനായിരിക്കും. നമ്മളവിടെ ഓഫ് ആയിരിക്കും, നമ്മളവിടെ ഓണല്ല, നമുക്കൊന്നും എഴുതാൻ വേണ്ടി കഴിയില്ല. സോ എപ്പോഴും ഒന്ന് ചിന്തിക്കുക, പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, പോയി എഴുതുക. വേറെ ഒന്നിനെ പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ വേറെ എന്തെങ്കിലും ടെൻഷൻസ്, പരീക്ഷയുമായി ബന്ധം നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതിനൊക്കെ നമ്മൾ കൃത്യമായി റിപ്ലൈ ചെയ്ത് നിങ്ങൾ വീഡിയോ ചെയ്യുക, നമ്മൾ വീഡിയോ ചെയ്തു തരും. മാനസിക ഉല്ലാസം അല്ലെങ്കിൽ മാനസിക എന്താ പറയുക സംതൃപ്തി അല്ലെങ്കിൽ ഒരു മാനസിക ഹാപ്പിനെസ്, മെൻ്റൽ ഹാപ്പിനെസ് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ അത് നമ്മൾ കൃത്യമായി കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ എഡ്യൂപോഡുമായി ബന്ധപ്പെട്ടാൽ മതി. നമ്മളെ ടീച്ചേഴ്സിൻ്റെ നമ്പറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ നിങ്ങളെ കൂടെയുണ്ട്. അപ്പോൾ നന്നായി പഠിക്കുക. പരീക്ഷ വീഡിയോ നിങ്ങൾക്ക് ആർക്കുമില്ല. നിങ്ങൾ പഠിച്ചതൊക്കെ പരീക്ഷയ്ക്ക് വരുള്ളൂ, അല്ലാതെ ഒരു സാധനം വരില്ല. അത് എൻ്റെ വാക്കാണ്. നിങ്ങൾ പഠിച്ചതല്ലാത്ത ഒരു സാധനം പരീക്ഷയ്ക്ക് വരില്ല, അതെൻ്റെ വാക്കാണ്. നമ്മൾ കൃത്യമായി നമ്മളെ ലൈവ് സീരീസും ക്ലാസ്സുകളും നിങ്ങൾ കാണുക. ഒരു പേടിയും വേണ്ട. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പോസിറ്റീവായിട്ടിരിക്കുക. ബാക്കി നമ്മൾ വരുന്നത് വെച്ച് കാണണം. അത്രേ ഉള്ളൂ.